ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫോമറിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. ട്രാൻസ്ഫോമർ ക്ലാസിഫിക്കേഷൻ. ട്രാൻസ്ഫോമർ പല രീതിയിൽ പല ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ദി കോർ മെറ്റീരിയൽ ആണ്. നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ട്രാൻസ്ഫോമർ കോർ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫോമർ കോറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞ സമയത്ത് കണ്ടതാണ്. ഒന്ന് ഷെൽ ടൈപ്പ്, അതുപോലെ കോർ ടൈപ്പ്. ഇത് ഒരു ക്ലാസിഫിക്കേഷനാണ്, ഷെൽ ടൈപ്പും കോർ ടൈപ്പും. ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ, കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ ടൈപ്പാണ്. കോർ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിരിക്കും എന്നുള്ളത്. ഷെൽ ടൈപ്പ്, കോർ ടൈപ്പ്. ഷെൽ ടൈപ്പ് എന്ന് പറയുന്നത് പ്രൈമറിയും സെക്കൻഡറിയും ഒരു ലിംബിൻ്റെ മുകളിൽ തന്നെയാണ് വൈൻഡ് ചെയ്തതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ. കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറിയും സെക്കൻഡറിയും രണ്ട് ലിംബിലാണ്, കോറിൻ്റെ രണ്ട് ലിംബിലാണ് വൈൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ. രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ് ബേസ്ഡ് ഓൺ കൺസ്ട്രക്ഷൻ ഓഫ് കോർ, ഷെൽ ടൈപ്പ് ആൻഡ് കോർ ടൈപ്പ്. ഈ ഷെൽ ടൈപ്പിലും കോർ ടൈപ്പിലും ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി വളരെ കുറവായിരിക്കും. കാരണം കോർ ടൈപ്പിനകത്ത് രണ്ട് ലിംബിലാണ് വൈൻഡിങ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെയുള്ള ലീക്കേജ് ഫ്ലക്സ് കൂടുതലായിരിക്കും. ഫ്ലക്സ് ലീക്കേജ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് ട്രാൻസ്ഫോമറിന് എഫിഷ്യൻസി കുറവാണ് കമ്പയർഡ് ടു ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ. സോ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ വരികയാണെങ്കിൽ നമ്മുടെ പ്രൈമറിയും സെക്കൻഡറിയും ഒരേ ലിംബിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വൗണ്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കോർ ടൈപ്പിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ലീക്കേജ് ഫ്ലക്സ് കുറവാണ്, ഹയർ എഫിഷ്യൻസി കമ്പയർഡ് ടു കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ. അതാണ് ഈ രണ്ട് ടൈപ്പിന് ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ഈ കോറിൻ്റെ കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള ബേസ് ചെയ്തുകൊണ്ട് തന്നെ കോർ ടൈപ്പും ഷെൽ ടൈപ്പും അല്ലാതെ മൂന്നാമതൊരു കൺസ്ട്രക്ഷൻ ടൈപ്പും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് റിംഗ് ടൈപ്പ് ട്രാൻസ്ഫോമർ. നോർമലി പവർ സിസ്റ്റം ആപ്ലിക്കേഷൻസിന് നമ്മൾ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറാണ് കൂടുതൽ ഉപയോഗിക്കുക. അത് നമ്മൾ ആണ്. സോ റിംഗ് ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഒരു കോർ, ഒരു സർക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെമി സർക്കുലർ ആയിട്ടുള്ള കോർ ആണ് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെത് എങ്കിൽ that type of transformer is called ring type transformer. Ring type transformer means core is like a ring or core is a circular in shape or semi circular in shape. നമ്മളിവിടെ ഷെൽ ടൈപ്പും കോർ ടൈപ്പും പറഞ്ഞ പോലെ ലാമിനേഷൻസ് വെച്ചിട്ട് തന്നെയാണ് ഈ റിംഗ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഷേപ്പ് മാത്രം ഒന്ന് റിംഗ് ടൈപ്പിലേക്ക് വരും. അപ്പോൾ ഇതിനകത്ത് പ്രൈമറിയും സെക്കൻഡറിയും വൗണ്ട് ചെയ്തിരിക്കുന്നത് ഈ റിങ്ങിൻ്റെ മേലെയാണ്. പ്രൈമറിയും സെക്കൻഡറിയും റിങ്ങിൻ്റെ മേലെയാണ് വൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് നോർമലി ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പവർ സിസ്റ്റം ആപ്ലിക്കേഷൻസിൽ. ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പറയും. ജസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് പവർ സിസ്റ്റത്തിനകത്ത് മെഷർമെൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിന് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലിങ്കാണ്. റിലേസും മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻസുമായിട്ട് നമ്മുടെ പവർ സിസ്റ്റത്തിലെ ഹെവി എക്യുപ്മെൻറ്റ്സിനെ ലിങ്ക് ചെയ്യുന്ന ആളാണ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ എന്ന് ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക. വി വിൽ ഡിസ്കസ് ലേറ്റർ. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ റിംഗ് ടൈപ്പിലാണ്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നതിൻ്റെ കോർ എന്ന് പറയുന്നത് റിംഗ് ഷേപ്പിലായിരിക്കും. സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ആസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ. പക്ഷേ അവിടെ മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ. കാരണം നമുക്ക് കോർ ടൈപ്പോ ഷെൽ ടൈപ്പോ കൺസ്ട്രക്ട് ചെയ്യുന്ന പോലെ അത്ര എളുപ്പമല്ല സർക്കുലർ ആയിട്ട് ഒരു കോർ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഈ ഷെൽ ടൈപ്പിൽ അല്ലെങ്കിൽ കോർ ടൈപ്പിലുള്ളത് പോലെ സർക്കുലർ ആയിട്ട് അതിനെ ലാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ കോർ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. സോ അത് നോർമലി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുക ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ. സോ ബാക്കിയുള്ള ഒരു ആപ്ലിക്കേഷൻസിനൊന്നും നമ്മൾ ഈ ടൈപ്പ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യാറില്ല. ഇനി ഇതൊരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞു. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ യൂസ് ചെയ്തിരിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ കോറ് ഏത് മെറ്റീരിയൽ വെച്ചാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. കോർ മെറ്റീരിയൽ ഏതാണ്, ട്രാൻസ്ഫോമർ കോറിൻ്റെ മെറ്റീരിയൽ ഏത്. ട്രാൻസ്ഫോമർ കോറിൻ്റെ മെറ്റീരിയലിനെ ബേസ് ചെയ്തുകൊണ്ട് ഒന്ന് എയർ കോർ ട്രാൻസ്ഫോമർ,
2 അയൺ കോർ ട്രാൻസ്ഫോമർ, 3 ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമർ. ഇത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലാണ് അയൺ കോർ, എയർ കോർ, ഫെറൈറ്റ് കോർ. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ രണ്ടാമത്തെ രണ്ടെണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത്തെ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ അയൺ കോർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് കോർ ഉണ്ടാക്കിയിരിക്കുന്നത് ലാമിനേഷൻസ് ഓഫ് ഷീറ്റ് വിത്ത് സിലിക്കൺ സ്റ്റീൽ ആസ് കോർ. നമ്മൾ നോർമൽ കൺസ്ട്രക്ഷൻ ട്രാൻസ്ഫോമറിൽ യൂസ് ചെയ്യുന്ന സിലിക്കൺ സ്റ്റീൽ വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ട്രാൻസ്ഫോമറിനാണ് നമ്മൾ അയൺ കോർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ. അതിനകത്ത് കോർ യൂസ് ചെയ്തിരിക്കുന്നത് സിലിക്കൺ സ്റ്റീലാണ്. ദാറ്റ്സ് ദ തിങ്. ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് തന്നെയുണ്ട്, ട്രാൻസ്ഫോമറിൻ്റെ കോർ ഉണ്ടാക്കിയിരിക്കുന്നത് ഫെറൈറ്റ് ആണ്. ഫെറൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ട്രാൻസ്ഫോമർ ഉണ്ടാക്കിയിരിക്കുന്നത്. സിമ്പിൾ. ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമർ നോർമലി യൂസ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി ആൻഡ് വെരി ഹൈ ഫ്രീക്വൻസി ആൻഡ് വെരി ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമേഴ്സിലാണ് നമ്മൾ ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുക. നോർമൽ ഫ്രീക്വൻസി, നോർമൽ പ്രാക്ടിക്കൽ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അയൺ കോർ ആണ്. ബട്ട് ഹൈ ഫ്രീക്വൻസിയും വെരി ഹൈ ഫ്രീക്വൻസിയിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമർ ആണ്. ഞാൻ ആദ്യത്തേത് വിടാൻ കാരണം ആ പേരിൽ തന്നെ ഒരു അവ്യക്തതയുണ്ട്. എയർ കോർ ട്രാൻസ്ഫോമർ. കോർ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. എയർ എന്ന് പറയുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ല. നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്, കാണാൻ പറ്റുന്നൊരു സാധനമല്ല. കോർ എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോമറിന് എയർ കോറായിട്ട് ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ എയർ എങ്ങനെ അത് കോറാക്കി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും, അതൊരു ചോദ്യമാണ്. അപ്പോൾ ആക്ച്വലി ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയലാണ് ഇതിൻ്റെ കോർ. ദാറ്റ്സ് ദ തിങ്. നോൺ മാഗ്നറ്റിക് മെറ്റീരിയലാണ് എയർ കോർ ട്രാൻസ്ഫോമറിൻ്റെ കോറായിട്ട് വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ പേപ്പർ, പ്ലാസ്റ്റിക്, ഇത്തരത്തിലുള്ള നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇവിടെ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ കോറായിട്ട് വർക്ക് ചെയ്യുന്നത്. എ ഹോളോ നോൺ മാഗ്നറ്റിക് കോർ മെയ്ഡ് അപ്പ് ഓഫ് പേപ്പർ ഓർ പ്ലാസ്റ്റിക്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ പ്രൈമറിയും സെക്കൻഡറിയും ചെയ്യുന്നത്, വൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അതുകൊണ്ടാണ് ഇതിന് എയർ കോറായിട്ട് ആക്ട് ചെയ്യുന്നത്. അല്ലാതെ ഇതിനകത്ത് എയർ നമുക്ക് ഫിസിക്കലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമല്ല. അതുകൊണ്ട് തന്നെ എയർ കോർ ട്രാൻസ്ഫോമറിൻ്റെ കോർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്നുള്ളത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഇറ്റ്സ് എ കോമൺ സെൻസ്. എയർ ഈസ് നോട്ട് എ കോർ. അതിന് നമുക്കൊരു ഫിസിക്കലായിട്ട് കാണാൻ പറ്റുന്ന ഒരു സാധനമല്ല. സോ എയർ കോർ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള കോർ ഉണ്ടാക്കിയിരിക്കുന്നത് നോൺ മാഗ്നറ്റിക് മെറ്റീരിയലായ ഏതെങ്കിലും സബ്സ്റ്റൻസ്. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് പേപ്പറാണ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഉണ്ട്, പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ അയൺ കോർ ട്രാൻസ്ഫോമർ. അയൺ കോർ ട്രാൻസ്ഫോമറിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇതിനുണ്ടാവില്ല. അയൺ കോറിനകത്ത് നമ്മൾ കോർ ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്കൺ സ്റ്റീൽ കൊണ്ടാണ്. സോ ദർ ഇസ് ആൻ അയൺ ലോസ് ഇൻ കോർ. ട്രാൻസ്ഫോമറിലുള്ള പ്രധാനപ്പെട്ട ഒരു ലോസ് ആയ അയൺ ലോസ് നമ്മൾ അയൺ കോർ ട്രാൻസ്ഫോമറിൽ കാണാൻ പറ്റും. ഇവിടെ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. സോ ഇതൊരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതിനൊരു മാഗ്നറ്റൈസേഷൻ ലോസ് ഉണ്ടാവില്ല, അയൺ ലോസ് ഉണ്ടാവില്ല. സോ അയൺ ലോസ് ഇല്ലാത്ത ട്രാൻസ്ഫോമറാണ് എയർ കോർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അത് ഇതിനൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇതിൽ 2 പോയിന്റാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് നോൺ മാഗ്നറ്റിക് മെറ്റീരിയലായ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പേപ്പർ വെച്ചാണ് ഇതിൻ്റെ കോർ ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടാമത്തത് ഇതിന് അയൺ ലോസ് ഇല്ല. മൂന്നാമത്തത് ഇത് എവിടെ യൂസ് ചെയ്യുന്നു? ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ എയർ കോർ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് കോറിൻ്റെ മെറ്റീരിയൽ അനുസരിച്ച് നമ്മൾ ട്രാൻസ്ഫോമറിനെ ക്ലാസിഫൈ ചെയ്താൽ കിട്ടുന്ന ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ കോറിൻ്റെ ഷേപ്പ് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ കോറിൻ്റെ പൊസിഷൻ പറഞ്ഞിരുന്നു. കോറും വൈൻഡിങ്ങും നമ്മളുടെ പൊസിഷൻ അല്ലെങ്കിൽ കോറിൻ്റെ ഷേപ്പ്, ആ രീതിയിലൊക്കെ പറയാം. കോറിൻ്റെ പൊസിഷൻ അനുസരിച്ച് കോർ ടൈപ്പ്, ഷെൽ ടൈപ്പ്, റിംഗ് ടൈപ്പ്. ദെൻ അതിൻ്റെ മെറ്റീരിയൽ അനുസരിച്ച് എയർ കോർ, അയൺ കോർ ആൻഡ് ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമേഴ്സ്. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോനെ ബേസ് ചെയ്തിട്ടാണ്. ബേസ്ഡ് ഓൺ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K is equal to V2 by V1 or that's equal to E2 by E1 that's equal to I1 by I2. ഈ ഒരു റിലേഷൻ നമുക്ക് കണ്ട ഒരു റിലേഷനാണ്. K is equal to V2 by V1 is equal to E2 by E1 is equal to I1 by I2. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K എന്ന് പറയുന്നത് 3 വാല്യൂസ് ആണ് Kക്ക് വരിക. ഇഫ് K is less than 1 or K can be greater than 1, K is equal to 1. Depends upon the primary and secondary voltage. If
secondary voltage is greater than primary, K is greater than 1. If secondary voltage is less than primary, K is less than 1. If primary voltage is equal to secondary voltage, K is equal to 1. ഇത് 3 ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. ചെറിയ ക്ലാസ് മുതലേ നമ്മൾ കേൾക്കുന്ന സാധനങ്ങളാണ്. If K is greater than 1, that is called a step up transformer. If K is less than 1, that is called a step down transformer. If K is equal to 1, that is called a isolation transformer. Means if primary voltage and secondary voltage തമ്മിലുള്ള വേരിയേഷൻ അല്ലെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻ, പ്രൈമറി വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. പ്രൈമറി വോൾട്ടേജ് ആണ് കുറവെങ്കിൽ, സെക്കൻഡറി വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. രണ്ടും ഈക്വൽ ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ. ഇതാണ് ഒരു ക്ലാസിഫിക്കേഷൻ. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി. ട്രാൻസ്ഫോമറിന്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി അനുസരിച്ച് നമ്മൾ പറഞ്ഞിരുന്നു തൊട്ട് മുമ്പ് എയർ കോർ, അയൺ കോർ ട്രാൻസ്ഫോമറിൽ ഹൈ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിലാണ്. അപ്പോൾ അത് ഏത് ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട്, ബേസ്ഡ് ഓൺ ഫ്രീക്വൻസിയെ ബേസ് ചെയ്തിട്ട് നമുക്ക് 3-4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്പർ 1 മെയിൻസ് ട്രാൻസ്ഫോമർ. മെയിൻസ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സപ്ലൈ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോമറാണ്. ദാറ്റ് ഇസ് നോട്ട് മീൻ ദാറ്റ് കോമൺ ഫ്രീക്വൻസി. മെയിൻസ് ഫ്രീക്വൻസി ഏതാണോ നമ്മളുടെ സപ്ലൈ ഫ്രീക്വൻസി, അതേ സപ്ലൈ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോമറാണ് മെയിൻ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ മെയിൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിന് നോൺ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും. ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറാണ് സാധാരണ മെയിൻസ് ട്രാൻസ്ഫോമറായി യൂസ് ചെയ്യാറുള്ളത്. രണ്ടാമത്തെ ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ. നമ്മുടെ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 Hz to 20 kHz, 20 Hz മുതൽ 20 kHz വരെയുള്ള ഫ്രീക്വൻസിയാണ് നമ്മൾ ഓഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഈ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിൽ വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോമേഴ്സിനെയാണ് നമ്മൾ ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സൈസ് വളരെ ചെറുതായിരിക്കും. നമ്മളിവിടെ സാധാരണ ഈ ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത് ഇന്റർ സ്റ്റേജ് കപ്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു ഓഡിയോ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് അടുത്ത സ്റ്റേജിലുള്ള ഒരു സ്റ്റേജിലുള്ള ആംപ്ലിഫിക്കേഷൻ കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ ആംപ്ലിഫിക്കേഷൻ ചെയ്യുന്ന ഒരു സർക്യൂട്ടാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു സ്റ്റേജ് ആംപ്ലിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് അടുത്ത സ്റ്റേജ് ആംപ്ലിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടി കൊടുക്കുന്ന ട്രാൻസ്ഫോമറാണ് ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമേഴ്സ്. ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് ഈ ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ്, നമ്മൾ ഈ പറയുന്ന ഈ ഫ്രീക്വൻസി ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷൻ ട്രാൻസ്ഫോമർ, നിങ്ങളൊരു ടെലിവിഷൻ എടുക്കുക. ഇപ്പോഴത്തെ നമ്മുടെ ഫ്ലാറ്റ് ടെലിവിഷൻ അല്ല, കുറച്ച് കാലം മുമ്പ് യൂസ് ചെയ്തിരുന്ന നമ്മുടെ CRT ബേസ്ഡ് ടെലിവിഷൻസ് എടുക്കുക. ഒരു ആ ടൈപ്പ് മോഡൽ വരുന്ന ഏതെങ്കിലും ഇലക്ട്രോണിക് എക്യുപ്മെന്റ് എടുക്കുക. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ടെലിവിഷൻ. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് 230 വോൾട്ട് 50 Hz സപ്ലൈ ആണ്. പക്ഷേ ആ ടെലിവിഷനിലുള്ള ഒരുപാട് പാർട്ടുകളുണ്ട്. CRT ഉണ്ട്, PCB ബോർഡ് ഉണ്ട്, അതിന് മറ്റു പല പാർട്ടുകളുണ്ട്, ഓഡിയോ വീഡിയോ അതിനെ കൺവേർട്ട് ചെയ്ത് അതാക്കി പിക്ചറൈസ് ചെയ്ത് അങ്ങനെ പല പല പാർട്സ് ആണ് ആ ഒരു ടിവിയുടെ സർക്യൂട്ട് ബോർഡിനകത്തുള്ളത്. അപ്പോൾ ഈ 230 വോൾട്ട് സപ്ലൈ ചെയ്യുന്നത് വെച്ചിട്ടല്ല അത് മൊത്തം സാധനം വർക്ക് ചെയ്യുന്നത്. പല സ്ഥലത്തും പല വോൾട്ടേജാണ്, പല സ്ഥലത്തും പല ഫ്രീക്വൻസിയിലാണ്. അപ്പോൾ ആ പല വോൾട്ടേജ് ലെവലിലേക്ക് അല്ലെങ്കിൽ പല ഫ്രീക്വൻസി ലെവലിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഈ സപ്ലൈയെ കൺവേർട്ട് ചെയ്തെടുക്കുന്നത്. അതാണ് ഇവിടെ വരുന്ന അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ആ 230 വോൾട്ടിന് നമുക്ക് ആവശ്യമുള്ള പല വോൾട്ടേജ് ലെവലിലേക്കും പല ഫ്രീക്വൻസി ലെവലിലേക്കും ഇതിനെ കൺവേർട്ട് ചെയ്യും. സോ മെയിൻ ട്രാൻസ്ഫോമറിനകത്ത് പലതരം ടാപ്പിങ്ങുകൾ ഉണ്ടാവും. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 230 വോൾട്ട് പ്രൈമറി എടുത്ത് ഇതിനെ സെക്കൻഡറി എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന 230 വോൾട്ട് അപ്ലൈ ചെയ്യും. ഇവിടെ നമുക്ക് ഒരു വേരിയബിൾ വോൾട്ടേജ് ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് ഏത് വോൾട്ടേജ് ആണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് കിട്ടുന്ന രീതിയിൽ ടാപ്പിങ്സ് കൊടുക്കും നമ്മുടെ വൈൻഡിങ്ങിൽ, എന്നിട്ട് ഔട്ട്പുട്ട് എടുക്കും. ദാറ്റ് ട്രാൻസ്ഫോമർ ഈസ് കോൾഡ് മെയിൻ ട്രാൻസ്ഫോമർ. ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓഡിയോ സിഗ്നൽസ് എടുക്കുക. ഓഡിയോ സിഗ്നൽസിൻ്റെ ആംപ്ലിഫിക്കേഷൻ സ്റ്റേജ് പല സ്റ്റേജിലാണ് അത് ആംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റേജിൽ ആംപ്ലിഫിക്കേഷൻ്റെ ഔട്ട്പുട്ട് എടുത്ത് അടുത്ത സ്റ്റേജ് കൊടുക്കുക. ദാറ്റ് ഈസ് കോൾഡ് ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിൻ്റെ ഫംഗ്ഷൻ. അതാണ് ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിൻ്റെ ഫംഗ്ഷൻ. നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് ദാറ്റ് ഈസ് 20 Hz to 20 kHz ആൻഡ് യൂസ്ഡ് ആസ് ഇന്റർ സ്റ്റേജ് കപ്ലിംഗ്. ഇന്റർ സ്റ്റേജ് കപ്ലിങ്ങിനാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് ഹൈ ഫ്രീക്വൻസി
ട്രാൻസ്ഫോമർ. മൂന്നാമത്തെ ഫ്രീക്വൻസിയാണ് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ. ഹൈ ഫ്രീക്വൻസി ലിമിറ്റഡ് ടു 30 ഹെർട്സ്, 30 ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറാണ് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിന്റെ കോർ നമ്മൾ മുമ്പ് നേരത്തെ പറഞ്ഞിരുന്നു, ഇറ്റ്സ് മേ ബി എയർ കോർ ഓർ ഫെറൈറ്റ് കോർ. ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ എയർ ബേസ്ഡ് ട്രാൻസ്ഫോമറാണ് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിന് പ്രത്യേകതയുണ്ട്, ഇതിൻ്റെ കോറിൻ്റെ പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും ബൈ വേരിയിങ്. മീൻസ് ഒരു പൊട്ടൻഷ്യൽ മീറ്റർ ചേഞ്ച് ചെയ്യുന്ന പോലെ, ഒരു റിയോസ്റ്റാറ്റ് ചേഞ്ച് ചെയ്യുന്ന പോലെ ഇതിൻ്റെ കോറിൻ്റെ പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റും. അത് ഈ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിനെ വിളിക്കുന്ന പേരാണ് ട്യൂൺഡ് ട്രാൻസ്ഫോമേഴ്സ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ട്യൂൺഡ് ട്രാൻസ്ഫോമർ. ട്യൂൺഡ് ട്രാൻസ്ഫോമർ. സോ this is upper frequency is limited to 30 hertz. That's very important for us. Tuned frequency transformer നമ്മൾ പേരും എവിടെ യൂസ് ചെയ്യുന്നു, ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിൽ അപ് ടു 30 ഹെർട്സ് വരെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഉള്ളത് വെരി ഹൈ ഫ്രീക്വൻസി ആണ്. വെരി ഹൈ ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമേഴ്സിനെയാണ് വെരി ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഈ വെരി ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിന്റെ കോർ എന്ന് പറയുന്നത് ഫെറൈറ്റ് മെറ്റീരിയൽ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ക്ലിയർ? ദാറ്റ്സ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഫോമർ. ഇത്രയാണ് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പല ടൈപ്പ് പറഞ്ഞിരുന്നു. ഒന്ന് കൺസ്ട്രക്ഷൻ, കോറിൻ്റെ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ട്, കോറിൻ്റെ മെറ്റീരിയൽ ബേസ് ചെയ്തിട്ട്, ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ബേസ് ചെയ്തിട്ട്, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ബേസ് ചെയ്തിട്ട് 4 ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് ഒരു ട്രാൻസ്ഫോമറിനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റ് ഔട്ട്ലൈൻ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. പല സമയത്തും ഇത് ക്വസ്റ്റ്യനിൽ കാണാനുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് നമ്മുടെ ഒരു ടൈപ്പ് ട്രാൻസ്ഫോമറാണ്, that is auto transformer. Auto transformer. ഈ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന സാധനം നിങ്ങൾ അല്ലെങ്കിൽ ഈ ടൈപ്പ് ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനമാണ്. ബിടെക്കിന് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന സമയത്ത് ലാബിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള സാധനമാണ് ഓട്ടോ ട്രാൻസ്ഫോമർ. ഈ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ആണ്. ഇതിന് ഒരു വൈൻഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു സിംഗിൾ വൈൻഡിങ് ട്രാൻസ്ഫോമറിനെയാണ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അതായത് പ്രൈമറി സെക്കൻഡറി വോൾട്ടേജ് ഒറ്റ വൈൻഡിങ്ങിൽ നിന്നാണ് നമ്മൾ ഡെലിവർ ചെയ്യുന്നതെങ്കിൽ, ഒറ്റ വൈൻഡിങ്ങിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ആർ കോൾഡ് ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ്. അപ്പോൾ ഈ ഓട്ടോ ട്രാൻസ്ഫോമറിന് ഒറ്റ വൈൻഡിങ്ങേ ഉണ്ടാവുള്ളൂ, ഒരു വൈൻഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ്സ് എ ഓട്ടോ ട്രാൻസ്ഫോമർ. അപ്പോൾ ഈ ഓട്ടോ ട്രാൻസ്ഫോമറിൽ നമുക്ക് 2 ടൈപ്പ് ഇവിടെയും നമുക്ക് ചെയ്യാൻ പറ്റും, സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും. എങ്ങനെ? ബൈ ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് ടേൺസ്. ഇതിൻ്റെ ഈ നമ്പർ ഓഫ് ടേൺസിനനുസരിച്ച്, നമ്പർ ഓഫ് ടേൺസ് എടുക്കുന്നതിനനുസരിച്ച് ഇതിന് സ്റ്റെപ്പ് അപ്പ് എന്നും സ്റ്റെപ്പ് ഡൗൺ എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. വേരിങ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി ടേൺസ്. പ്രൈമറി നമ്പർ ഓഫ് ടേൺസും സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസും അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതാണ്, നമുക്ക് വോൾട്ടേജ് എന്ത് ചെയ്യാൻ പറ്റും, പല സ്ഥലത്തേക്കും വേരി ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ലാബിൽ നമുക്ക് ഓട്ടോ ട്രാൻസ്ഫോമർ പല ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻസ് നമുക്ക് പറയാം. അതിനുള്ള അഡ്വാൻറ്റേജുകൾ നോക്കാം. ഒന്നാമത്തത് ഇതിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ്. കാരണം നമ്മൾ നോർമൽ ട്രാൻസ്ഫോമറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഒരു വൈൻഡിങ് മാത്രമേ ഉള്ളൂ. നോർമൽ ട്രാൻസ്ഫോമറിന് 2 വൈൻഡിങ് ഉണ്ട്. ഇപ്പോൾ 2 വൈൻഡിങ്ങിനുള്ള കോപ്പർ വേണം, അതിനുള്ള കോർ കൺസ്ട്രക്ഷൻ വേണം, അതിനനുസരിച്ചുള്ള ഇൻസുലേഷൻ മെറ്റീരിയൽ നമുക്ക് കൊടുക്കാൻ പറ്റണം. അപ്പോൾ അത്രയും കോസ്റ്റ് നമുക്കൊരു നോർമൽ ട്രാൻസ്ഫോമറിന് വരും. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു വൈൻഡിങ്ങേ ഉള്ളൂ. സോ ഇതിന് കോസ്റ്റ് വളരെ കുറവാണ്. അടുത്തത്, ഇറ്റ് ഹാവ് എ ബെറ്റർ വോൾട്ടേജ് റെഗുലേഷൻ. ഒരു നല്ല വോൾട്ടേജ് റെഗുലേഷൻ ഈ ട്രാൻസ്ഫോമർ നമുക്ക് തരും. ദെൻ ഇതിൻ്റെ സൈസ് നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞ സാധനം തന്നെ, ഒറ്റ വൈൻഡിങ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈസ് എന്തായിരിക്കും, കുറവായിരിക്കും. ഇതിൻ്റെ വെയിറ്റ് വളരെ കുറവായിരിക്കും. എഫിഷ്യൻസി കൂടുതലായിരിക്കും കമ്പയർ ടു 2 വൈൻഡിങ് ട്രാൻസ്ഫോമേഴ്സ്. പക്ഷേ ഇത്രയൊക്കെ ആണെങ്കിലും ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമറിയും സെക്കൻഡറി വൈൻഡിങ്ങും എന്ത് ചെയ്തിട്ടില്ല, ഐസൊലേറ്റ് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ്. പ്രൈമറിയും സെക്കൻഡറിയും എന്ത് ചെയ്തിട്ടില്ല, ഐസൊലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇങ്ങനെ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൈമറിയിലെ ഒരു പർട്ടിക്കുലർ പോർഷൻ ഓഫ് വൈൻഡിങ് എന്തായെന്ന് വിചാരിക്കുക, ഓപ്പൺ ആയെന്ന് വിചാരിക്കുക. പ്രൈമറിയിൽ ഈ ഒരു കേസ് എടുത്തിട്ട് ഇതിനകത്ത് പ്രൈമറി ഇതാണ്, പ്രൈമറിയിലെ ഒരു പർട്ടിക്കുലർ പോർഷൻ, ഈ ഒരു പോർഷൻ പ്രൈമറി ഞാൻ ഇത്രയും എടുത്തു, ഇതിലാണ് സെക്കൻഡറി ഡെലിവറി ചെയ്യുന്നത്. ഈ പോർഷൻ ഓപ്പൺ ആയെന്ന് വിചാരിക്കാം. ഈ ഒരു പോർഷൻ ഓപ്പൺ ആയാലും നമ്മുടെ ട്രാൻസ്ഫോമറിൽ ലോഡിന്
ഫീഡ് ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും പോർഷൻ വൈൻഡിങ് ആണ്, മൊത്തം പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത് ഇത്രയും ഡിസ്റ്റൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഇത്രയും നമ്പർ ഓഫ് ടേൺസ് ആയിരുന്നു. അപ്പോൾ ഇതിൽ ഇത്രയും പോയി കഴിഞ്ഞാലും നമുക്ക് എത്ര സപ്ലൈ ചെയ്യും? ഇത്രയും പ്രൈമറി വൈൻഡിങ് ഈ ഒരു പോർഷൻ ഇപ്പോഴും വർക്കിങ്ങിലാണ്. സോ പ്രൈമറി പോർഷൻ നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാലും, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും, അതിന് എവിടെയെങ്കിലും ഒരു ഓപ്പൺ സംഭവിച്ചു കഴിഞ്ഞാലും സെക്കൻഡറിയിൽ ലോഡ് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ലോഡിലൊക്കെ അത് ഡെലിവർ ചെയ്യാൻ പറ്റും. ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെന്ന് വിചാരിക്കുക. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഇത് വലിയ എഫക്റ്റാണ് നമ്മുടെ ട്രാൻസ്ഫോമറിൽ ഉണ്ടാക്കുക. നമ്മുടെ മൊത്തം ട്രാൻസ്ഫോമറിലെ വൈൻഡിങ് ഹീറ്റിംഗ് കാരണം ബേൺ ഔട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സാധനമാണ്. സൂക്ഷിച്ചും കണ്ടൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇതിന് ചില ഡാമേജുകൾ വരും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഓട്ടോ ട്രാൻസ്ഫോമർ ഓൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം എന്നൊക്കെ. കാരണം ഇതാണ്, അതിനൊരു വൈൻഡിങ്ങേ ഉള്ളൂ. പ്രൈമറിയും സെക്കൻഡറിയും ഐസൊലേറ്റ് ചെയ്തിട്ടില്ല. പ്രൈമറിയിൽ ഏതെങ്കിലും ഒരു പോർഷൻ ഓപ്പൺ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാലും സെക്കൻഡറിയിൽ അത് ലോഡ് ഡെലിവർ ചെയ്യും. ആ ഡെലിവറി ചെയ്യുന്ന ലോഡ് അനുസരിച്ച് ട്രാൻസ്ഫോമറിന് ഡാമേജസ് ഉണ്ടാവാൻ സാധ്യത. അതാണ് ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് ഓട്ടോ ട്രാൻസ്ഫോമർ ആപ്ലിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യും. സോ അത് എവിടെയൊക്കെയാണ് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് മോട്ടോർ സ്റ്റാർട്ടർ. ഒരു 3 ഫേസ് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. യു വിൽ ഡിസ്കസ് ഇൻ ആൾട്ടർനേറ്റർ, സിംഗിൾസ് വിഷയിൽ നമ്മളത് പറയും. ദെൻ സീരീസ് ലൈൻ ബൂസ്റ്റേഴ്സ്, ലൈൻ ബൂസ്റ്ററായിട്ട് അത് യൂസ് ചെയ്യും. ലൈൻ കണക്ടേഴ്സായിട്ട് യൂസ് ചെയ്യും. സെർവോ ലൈൻ കണക്ടേഴ്സായിട്ട് യൂസ് ചെയ്യും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ്. ഈ 2 ആപ്ലിക്കേഷൻ നമ്മൾ വളരെ റെയറായിട്ട് ശ്രദ്ധയിലില്ലാത്ത അല്ലെങ്കിൽ വളരെ റെയറായിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് മോട്ടോർ സ്റ്റാർട്ടറാണ് പ്രധാനപ്പെട്ട ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഓട്ടോ ട്രാൻസ്ഫോമർ പല സ്ഥലത്തും ഇൻഡോർ ട്രാൻസ്ഫോമർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് ആണ്. ബട്ട് ഇൻഡോർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ്ലി കൺസ്ട്രക്ഷൻ വേറെ തന്നെയാണ്. നമ്മുടെ ട്രാൻസ്ഫോമറിനകത്ത് പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ട്രാൻസ്ഫോമർ ഓയിൽ എന്ന് പറയുന്നത്. ആ ട്രാൻസ്ഫോമർ ഓയിലിന് നമ്മൾ ട്രാൻസ്ഫോമർ ഒരു കൂളിംഗ് ഏജൻ്റായിട്ടും അതുപോലെ ഇൻസുലേഷൻ ഏജൻ്റായിട്ടും വർക്ക് ചെയ്യുന്ന ആളാണ് ഓയിൽ ടൈപ്പ് ട്രാൻസ്ഫോമർ. മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്ത ട്രാൻസ്ഫോമറാണ് ഓയിൽ ടൈപ്പ് ട്രാൻസ്ഫോമർ. പക്ഷേ ഈ ട്രാൻസ്ഫോമർ ഓയിൽ നമുക്ക് ഇൻഡോർ ട്രാൻസ്ഫോമറിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിനകത്തുള്ള ട്രാൻസ്ഫോമേഴ്സ്, ഒരു ഇൻഡസ്ട്രിക്ക് അകത്ത് ഒരു ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഓയിൽ ട്രാൻസ്ഫോമർ ഫീസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങളിൽ ഇൻഡോർ ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യുക ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമറാണ്, എയർ കൂൾഡ് ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമറാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതൊരു വേറെ ടൈപ്പ് ട്രാൻസ്ഫോമറാണ്. ജസ്റ്റ് ആ ഒരു പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇൻഡോർ ട്രാൻസ്ഫോമറായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമറാണ് എന്നുള്ള കാര്യം. സോ ഇപ്പോൾ ഇത്രയാണ് പല ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ ക്ലാസിഫിക്കേഷനും ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.